ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ഹോർമോണൽ ബാലൻസിനെ കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് സ്വാഗതം. അപ്പോൾ ആർത്തവത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഒരു ബയോകെമിസ്ട്രി എന്താണ്, എന്തൊക്കെയാണ് ഒരു ശരീരത്തിൽ ആ ഒരു 28 ഡേയ്സ് സൈക്കിളിൽ നടക്കുന്നതെന്ന് എല്ലാ സ്ത്രീകളും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത്. അവരുടെ പലതരം ശാരീരികാവസ്ഥകളെ അവർക്ക് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി പല അസുഖങ്ങളെ പ്രതിരോധിക്കുവാനും ഒക്കെ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ആർത്തവത്തിൻ്റെ ഒരു ബയോകെമിസ്ട്രി എന്ന് വെച്ചാൽ, ആർത്തവത്തെ നമുക്ക് ഓരോ മെൻസ്ട്രുവൽ സൈക്കിളിനെയും 2 ഭാഗങ്ങളാക്കി തിരിക്കാം. ഒന്ന്, ഒരു ആർത്തവ ആരംഭം മുതൽ ഓവുലേഷൻ വരെയുള്ള ഒരു ഭാഗം, ഒരു ഓവുലേഷൻ മുതൽ അടുത്ത ആർത്തവം വരെയുള്ള, അതായത് ഈക്വൽ ഹാഫ് പാർട്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ 2 ഭാഗവും കൺട്രോൾ ചെയ്യുന്നത് 2 തരം ഹോർമോണുകളാണ്. 2 ഭാഗത്തിനും വ്യത്യസ്ത കാര്യങ്ങളാണ് ശരീരത്തിൽ നടക്കുക. അപ്പോൾ ഒരുപാട് സ്ത്രീ ഹോർമോൺസ് മെൻസ്ട്രുവൽ സൈക്കിളിൽ അത് ബോഡിയുടെ മൊത്തം മെക്കാനിസത്തെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ 2 ഹോർമോൺസാണ് ഏറ്റവും പ്രധാന റോള് വഹിക്കുന്നത്. രണ്ടും വളരെ താഴ്ന്ന നിലയിലെത്തുമ്പോഴാണ് യൂട്രസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും യൂട്രസിൻ്റെ ഏറ്റവും ഉള്ളിലെ ലെയറായ എൻഡോമെട്രിയൽ തിക്നെസ്, അതായത് രക്തക്കുഴലുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു പാട പോലെയുള്ള ലെയർ പൊട്ടി നമുക്ക് മെൻസ്ട്രുവൽ ഫ്ലോ ആയിട്ട്, ബ്ലീഡിംഗ് ആയിട്ട്, ആർത്തവമായിട്ട് അത് വരുന്നത്. അപ്പോൾ 3-7 ദിവസം കൊണ്ട് രക്തസ്രാവം നിൽക്കുകയും ആ ഒരു ഫസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ ആ ഒരു രക്തസ്രാവത്തിൻ്റെ ദിവസം തന്നെ ഈസ്ട്രോജൻ ഹോർമോൺ ചെറിയ രീതിയിൽ ശരീരത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഈസ്ട്രോജൻ ഹോർമോൺ എന്ന് പറഞ്ഞാൽ വളരെ സാമർത്ഥ്യത്തോടു കൂടി ജോലി ചെയ്യുന്ന ഹോർമോണാണ്. പക്ഷേ അല്പം ഓവർ സ്മാർട്ടായ ഹോർമോണാണെന്ന് നമുക്ക് സാധാരണ പറയാം. ഒരു കൺട്രോൾ ചെയ്യാനൊരാളില്ലെങ്കിൽ പലതരം കുരുത്തക്കേടും ശരീരത്തിൽ കാണിക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. എന്തൊക്കെയാണ് ഈസ്ട്രോജൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഓവറിയിൽ, അണ്ഡാശയത്തിൽ അണ്ടവളർച്ചയ്ക്ക് കാരണമാവുന്നത് ഈസ്ട്രോജൻ്റെ ഒരു ഫലമായിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ള ആരോഗ്യമുള്ള അണ്ടങ്ങളെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഏറ്റവും ആരോഗ്യമുള്ള ഒരു അണ്ടത്തെ സെലക്ട് ചെയ്ത് അത് ഓവുലേഷൻ വരെ അതിനെ എല്ലാ ന്യൂട്രിയൻസും കൊടുത്ത് അതിൻ്റെ വലിപ്പം കൂട്ടി അതിനെല്ലാ പോഷണവും കൊടുത്ത് ഒരു ഓവുലേഷനിലേക്ക് നയിക്കുന്നത് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ഫലമായിട്ടാണ്. അതിനോടനുബന്ധിച്ച് യൂട്രസിൽ ഗർഭാശയത്തിലെ ഉള്ളിലെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോമെട്രിയൽ ലൈനിങ് എന്ന് പറയുന്ന രക്തക്കുഴലുകളുള്ള ആ ഭാഗത്തിൻ്റെ വളർച്ച ത്വരിതഗതിയിൽ നടക്കുന്നതും അടുത്ത ഒരു മെൻസസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രഗ്നൻസി ആണെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടോ ആ എൻഡോമെട്രിയത്തെ പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ അതിൻ്റെ തുടക്ക ഭാഗമെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈസ്ട്രോജനാണ്. അതുപോലെ വജൈനൽ വാൾ വളരെ ഹെൽത്തി ആക്കാനും, അതായത് നമ്മുടെ ആ ഭാഗത്തെ ലൂബ്രിക്കേഷൻ, അങ്ങനെയുള്ള ധർമ്മങ്ങളെല്ലാം ഈസ്ട്രോജൻ്റെ ഫലമായിട്ടാണ് ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുന്നത്. ശരീരത്തിൽ ആകമാനം നോക്കുകയാണെങ്കിൽ ബോൺ സ്ട്രെങ്ത് കൂട്ടാനും ഒരു മാനസികാവസ്ഥ, വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഹെൽത്ത് എന്ന് പറയും, ഒരു മാനസികാവസ്ഥ വളരെ പോസിറ്റീവായി കൊണ്ടുവരാനും, കാർഡിയോ വാസ്കുലാർ സിസ്റ്റം, നമ്മുടെ എല്ലാ ധമനികളുടെ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവ് വളരെ ബാലൻസായി നിർത്തുന്നതും എല്ലാം ഈസ്ട്രോജൻ കൃത്യമായിട്ട് ശരീരത്തിലുള്ളപ്പോഴാണ്. ഈസ്ട്രോജൻ 3 തരമുണ്ട് പ്രധാനമായിട്ടും: ഈസ്ട്രോൺ, ഈസ്ട്രാഡിയോൾ, ഈസ്ട്രോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈസ്ട്രോൺ ഹോർമോൺ ഒരു വീക്കർ ഈസ്ട്രോജനാണ്. അത് ആഫ്റ്റർ ആർത്തവ വിരാമത്തിനൊക്കെ ശേഷമാണ് ആ ഒരു ഈസ്ട്രോജൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത്. ഈസ്ട്രാഡിയോൾ ആണ് പ്രധാനമായിട്ടും ആ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ, അതായത് വളരെ സ്ത്രീധർമ്മങ്ങൾ നിർവഹിക്കാവുന്ന ആ ഒരു ഏജിൽ ശരീരത്തിൽ കൂടി നിൽക്കുന്നത് ഈസ്ട്രാഡിയോൾ എന്ന കോമൺ ടൈപ്പാണ്. ഈസ്ട്രോൾ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസിയിൽ വളരെയധികം കൂടുന്ന ടൈപ്പ് ഈസ്ട്രോജനാണ്. ഈസ്ട്രോൾ അത് ജസ്റ്റ് ബിഫോർ നമ്മുടെ ഡെലിവറിക്ക് തൊട്ട് മുൻപാണ് ഈസ്ട്രോൾ എന്ന ഈസ്ട്രോജൻ്റെ ലെവല് ശരീരത്തിൽ ഏറ്റവും കൂടുന്നത്. അപ്പോൾ ഈസ്ട്രോജൻ എത്ര ബാലൻസായി ശരീരത്തിൽ പ്രവർത്തിക്കുന്നു അത്രത്തോളം സ്ത്രീകളുടെ ശാരീരിക മാനസിക ആരോഗ്യം വളരെ ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ സാധിക്കും. ഈസ്ട്രോജൻ കൂടിയാലും ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ വരാറുണ്ട്, ഈസ്ട്രോജൻ കുറഞ്ഞാലുമുണ്ട്. കൂടിയാൽ സംഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് PCOD പോലെയുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസിൻ്റെയൊക്കെ തുടക്കം ഈസ്ട്രോജൻ ഒരു പരിധിയിൽ കവിഞ്ഞ് അളവിൽ കൂടുമ്പോഴാണ്. അതിന് സംബന്ധമായി ആക്നെ, ഒരു
അതുപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലം കുറയുക, ഒരു ഡിപ്രഷൻ, മാനസികപരമായി അത്ര ഒരു സുഖകരമല്ലാത്ത അവസ്ഥ, യൂട്രസ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ളതിലേക്കുള്ള ഒരു ശരീരത്തിൻ്റെ ഒരു പോക്ക്, ലോസ് ഓഫ് സെക്ഷുവൽ ഡ്രൈവ്, സെക്സ് അതുപോലെയുള്ള വിഷയങ്ങളിൽ തീരെ താല്പര്യമില്ലാതിരിക്കുക, ഇതെല്ലാം ഈസ്ട്രോജൻ കൂടിയാലും വരാവുന്ന കാര്യങ്ങളാണ്. ഇനി കുറഞ്ഞാൽ, ഈസ്ട്രോജൻ ഒരു പരിധിയിൽ കൂടുതൽ കുറവാണെങ്കിലും അമിതമായിട്ട് ഭാരം കൂടുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിന് കട്ട പിടിക്കാനുള്ള കഴിവിൽ വരുന്ന മാറ്റം കാരണം കാർഡിയോവാസ്കുലർ ഡിസീസുകൾ വരാനുള്ള സാധ്യതകൾ വരിക, തൈറോയ്ഡ് പ്രോബ്ലങ്ങൾ വരിക, ഇതെല്ലാം അങ്ങോട്ട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് ഈ ഹോർമോണിൻ്റെ ധർമ്മത്തെ ആശ്രയിച്ച് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈസ്ട്രോജൻ ലെവൽ ശരീരത്തിൽ കൃത്യമാക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ ശരീരവും ആ ധർമ്മം വളരെ ബുദ്ധിപൂർവ്വം തന്നെ നിർവഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഈസ്ട്രോജൻ ഓവുലേഷന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ശരീരത്തിൽ ആകമാനം വരുത്തിയതിനു ശേഷം ഓവുലേഷൻ നടക്കുന്നു. ഒരു ആർത്തവം കഴിഞ്ഞ് 12-ാമത്തെയോ 13-ാമത്തെയോ 14-ാമത്തെയോ ദിവസം ഓവുലേഷൻ നടന്നതിന് ശേഷം, ഓവുലേഷന് ശേഷം ബാക്കിയാവുന്ന ഭാഗത്തെ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയും. ആ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് അടുത്ത മെയിൻ ഹോർമോണായ പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്ന ആ അവസരത്തിലാണ് ശരീരം ഈസ്ട്രോജനെ വൺ ചെയ്യുന്നത്. ഇനി അല്പം വിശ്രമിച്ചോളൂ എന്നൊരു സിഗ്നൽ ഈസ്ട്രോജന് കിട്ടുകയും ഈസ്ട്രോജൻ പതിയെ അളവ് കുറഞ്ഞ് പിന്മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 2ാം ഭാഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഈസ്ട്രോജനെ കൃത്യമായി കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനേജർ ആണ് പ്രൊജസ്ട്രോൺ എന്ന് പറയാം. അതുപോലെ ഇനി മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 2ാം ഭാഗത്തിൽ പ്രൊജസ്ട്രോൺ ആണ് മെയിൻ റോള് വഹിക്കുന്നത്. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ നേരത്തെ ഈസ്ട്രോജൻ തയ്യാറാക്കി വെച്ച എൻഡോമെട്രിയം, യൂട്രസിൻ്റെ ഉള്ളിലെ രക്തത്തിൻ്റെ പാടയെ, അതിനെ ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി, ഒരു കൺസെപ്ഷൻ നടക്കുകയാണെങ്കിൽ ആ ഒരു കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ള അവസാന മിനുക്കുപണികളെല്ലാം നടത്തുന്നത് പ്രൊജസ്ട്രോണാണ്. അപ്പോൾ ഗർഭിണിയായാൽ ഇംപ്ലാന്റേഷൻ, അതായത് നല്ല മറുപിള്ള ഇംപ്ലാന്റ് ചെയ്യാനും കുഞ്ഞിന് സുഖമായി വളരാനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും പ്രൊജസ്ട്രോൺ യൂട്രസിനുള്ളിലേക്ക് നടത്തുന്നു. അപ്പോൾ അതുപോലെ ബോൺ ഹെൽത്ത്, കാർഡിയോവാസ്കുലർ ഹെൽത്ത്, നമ്മുടെ മാനസികാവസ്ഥയിൽ വരുന്ന വ്യത്യാസം എല്ലാം ഈസ്ട്രോജനും ഒരു പരിധിയിലധികം സ്വാധീനിക്കുന്നുണ്ട്. 10-12 ദിവസത്തിന് ശേഷവും കൺസെപ്ഷൻ, ഒരു ഗർഭത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ഈ ഒരു ടിഷ്യൂ പതിയെ ബ്രേക്കപ്പ് ആവുന്നു, പൊട്ടുകയും നശിച്ചു പോവുകയും ചെയ്യും. അതിൻ്റെ ഫലമായി പ്രൊജസ്ട്രോൺ സപ്ലൈ ശരീരത്തിൽ വല്ലാതെ കുറഞ്ഞു വരികയും, അപ്പോൾ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അടുത്ത ആർത്തവം ആരംഭിക്കുകയുമാണ് ചെയ്യുക. ഇനി പ്രഗ്നൻ്റ് ആയാൽ, കൺസെപ്ഷൻ നടന്നു കഴിഞ്ഞാൽ കോർപ്പസ് ലൂട്ടിയം അതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്നു. അത് നശിച്ചു പോകുന്നില്ല, ബ്രേക്കപ്പ് ആവുന്നില്ല. അത് മറുപിള്ള എന്ന് പറയുന്ന നമ്മുടെ പ്ലാസൻ്റ ആ ഒരു പ്രൊജസ്ട്രോൺ സെക്രീഷൻ എന്ന് പറയുന്ന ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് വരെ കോർപ്പസ് ലൂട്ടിയം ആ ഗർഭത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഹോർമോണൽ സപ്പോർട്ടും നൽകി ശരീരത്തിൽ തുടരുന്നു. പ്രഗ്നൻസിയെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഗർഭകാലത്തിൻ്റെ ആദ്യ അവസ്ഥകളിൽ രക്തസ്രാവം പോലെ അബോർഷനുള്ള സാധ്യത ഒക്കെ ഉണ്ടാവുന്നത് പ്രൊജസ്ട്രോണിൻ്റെ അളവിൽ കുറവ് വരുമ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഈ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ബാലൻസ് കൃത്യമായി ക്രമീകരിക്കാനായാൽ ആർത്തവം, മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ സുഗമമായിട്ട് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ കടന്നു പോകാനും, അതുപോലെ ടോട്ടൽ ബോഡി ഹെൽത്ത്, എല്ലാ തരത്തിലുള്ള സിസ്റ്റമും ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ആരോഗ്യത്തോടെ തുടർന്നു പോവാനും സാധിക്കും. പക്ഷേ നമ്മുടെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബാലൻസ് ശരീരത്തിന് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈസ്ട്രോജൻ കൂടാനുള്ള ഒരുപാട് കാരണങ്ങൾ ഭക്ഷണത്തിലൂടെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെയും വരുന്നുണ്ട്. അതുപോലെ ഓവുലേഷനിൽ വരുന്ന അപാകതകൾ പ്രൊജസ്ട്രോണിൻ്റെ ലെവലിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാലൻസ് ക്രമീകരിക്കപ്പെടാതെ പോകുന്നതാണ് എല്ലാത്തരം ഗൈനക്കോളജിക്കൽ ഡിസീസിൻ്റെയും അടിസ്ഥാനം എന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ബാലൻസ്, ഈ ഹോർമോണൽ ബാലൻസ് വളരെ കൃത്യമായി കൊണ്ടുപോകാനും നമുക്ക് എന്തൊക്കെ ലൈഫിൽ, ഓരോ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഹോർമോണൽ ബാലൻസിനെ കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്
ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.